അവസാന കാലത്ത് പെൻഷൻ കൊടുക്കണതിലല്ല കാര്യം. അപ്പൊ 2026 കേരളം ആര് ഭരിക്കും? അയ്യോ അത് പറയാൻ UDF. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അവര് ഭരിക്കട്ടെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവര് ഭരിച്ചിട്ടും വലിയ പ്രയോജനം അവർക്കല്ലേ പ്രയോജനമുള്ളൂ, കോൺഗ്രസ്സുകാരെ കൂട്ടത്തിലുള്ളവർക്ക് പ്രയോജനം ഇല്ലല്ലോ. അപ്പോൾ ഇനി അവര് ഭരിക്കട്ടെ. അവസാന കാലത്ത് പെൻഷൻ കൊടുക്കണതിലല്ല കാര്യം. ഞങ്ങൾക്കൊരു റോഡ് വേണം, ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്യില്ല, പാർട്ടിക്ക് മാത്രമാണ് അവർ ചെയ്യുന്നത്. പാർട്ടി അല്ലാത്തവർക്കൊന്നും ചെയ്യുന്നില്ല. ഒരു ലൈവ് പദ്ധതിയുടെ വീടിന് വേണ്ടിയിട്ട് LDFന്റെ കാല് പിടിക്കണം ഞങ്ങൾക്ക് വേണമെങ്കിൽ, എന്നിട്ടും തരണ്ടില്ല. കോൺഗ്രസ്സുകാരല്ലേ എന്നാണ് കേൾക്കണത്. അപ്പം കോൺഗ്രസ്സുകാർ വരട്ടെ, വന്നാൽ ഇനി അവരെന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. ആർക്ക് എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. എന്നാലും മനസ്സിൻ്റെ ആഗ്രഹം പറഞ്ഞാണ്. ഈ വയസ്സായ കാലത്ത് എനിക്കിപ്പോൾ എന്നോടിച്ച ആവശ്യമൊന്നുമില്ല. ഇനി ഇത് അവർ കേട്ടാൽ തന്നെ, ഇതിനിപ്പോൾ നിങ്ങൾ മീഡിയയിൽ കൊടുക്കുകയാണെങ്കിൽ അവർ കേൾക്കുമ്പോൾ വേണമെങ്കിൽ വീട്ടിൽ അടിക്കാൻ വരും. നിങ്ങൾ എന്തിനങ്ങനെ പറഞ്ഞെന്ന്. എന്നാലും വേണ്ടൂല്ല. അപ്പം ആര് ഭരിച്ചാലും എല്ലാവർക്കും നമ്മൾ ജോലി ചെയ്താലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഭരണം വേണോ? തുടർ ഭരണം വേണോ? ഇപ്പോഴത്തെ ഒരു തുടർ ഭരണം വേണോ? അങ്ങനെ ആഗ്രഹിക്കണില്ല. ആര് ഭരിക്കണമെന്ന് വെച്ചാ ആര് ഭരിക്കണതായാലും ഞങ്ങൾക്ക് ജോലി ചെയ്യണം. ചേട്ടാ 2026 കേരളം ആര് ഭരിക്കും ചേട്ടന്റെ അഭിപ്രായത്തിൽ? LDF തന്നെ ഭരിക്കും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്താണ് ഭരിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ ഭരണ എന്തായാലും അവരായിരിക്കും ആധിപത്യം. അതിന്റെ തുടർ ഇതായിട്ട് LDF തന്നെ ഈ മറ്റതിൽ. അവസാന കാലത്ത് പെൻഷൻ കൊടുക്കുന്നതിലല്ല കാര്യം. ഞങ്ങൾക്ക് റോഡ് വേണം, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എവിടെയെങ്കിലും ഒരു കാര്യത്തിന് പോയി നിങ്ങൾ കോൺഗ്രസ്സുകാരല്ലേ എന്നുള്ളൊരു ടോക്ക് അതല്ല അവിടുത്തെ ഉള്ളതാണ് കേട്ടോ. ആ കാര്യം ഞാൻ 100% ഞാൻ അമ്മയുടെ അഭിപ്രായത്തോട് യോജിക്കാണ് കേട്ടോ. അമ്മേനെ സപ്പോർട്ടും ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ.